പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. താൻ തന്നെയാണ് ആ ഡിസൈൻ ചെയ്തത് എന്നുള്ള സത്യം സമ്മതിച്ചിരിക്കുകയാണ് സാഗറിനോട് കൺമണി. ഇതോടെ ഇനി കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കൺമണിക്ക് സാധിക്കുമോ എന്ന് സാഗർ ചോദിക്കുകയാണ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന കൺമണി ഇതോടെ താൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. എന്തായാലും കൺമണി വേണമെങ്കിൽ ഓഫീസിലേക്ക് വരണ്ട എന്നും വീട്ടിലിരുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നും വ്യക്തമാക്കുന്ന സാഗർ, പക്ഷേ ഈ ജോലിയുടെ കാര്യം അധികമാരും അറിയാതിരിക്കാൻ താനും ശ്രദ്ധിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. കൺമണിയുടെ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ തനിക്കും സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സാഗർ, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. നീ ചെയ്ത ഡിസൈന് പ്രതിഫലം കൃത്യമായി നിനക്ക് ലഭിച്ചിരിക്കുമെന്നും അത് മറ്റാരും അറിയാതിരിക്കാനും വേണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന സാഗർ, മാനസിയുടെ തന്ത്രങ്ങൾ തനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ആ കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് വിട്ടുകളയാൻ പറയുന്ന സാഗർ, സത്യങ്ങളെല്ലാം ഇപ്പോൾ തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും ദേവ്ജി പണ്ടേ നുണ പറയില്ല എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അന്ന് നീ അവിടേക്ക് കടന്നു വന്ന നീയല്ല ആ ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനാകെ ഞെട്ടിപ്പോയത് എന്ന് പറയുകയും ചെയ്യുന്നു സാഗർ. ഇതോടെ തൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് മാനസ സഹായിച്ചു എന്നും അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് കൺമണി. ഒടുവിൽ കാര്യങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിയ സാഗർ, നീ കമ്പനിയുടെ അടുത്ത പ്രൊജക്റ്റ് ചെയ്തു കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ഡിസൈൻ ചെയ്തു കഴിഞ്ഞതിനു ശേഷം തന്നെയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത് എന്നും മറ്റാരെയും ഈ കാര്യത്തിൽ ഇടപെടുത്തേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള ഡയറക്റ്റ് ഡീലാണ് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഓക്കെ പറഞ്ഞുകൊണ്ട് കൺമണി തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ കൺമണിക്ക് ചെയ്ത വർക്കിനുള്ള പ്രതിഫലമായി ഒരു തുക നൽകുന്നതിന് തയ്യാറാവുകയാണ് സാഗർ. മാത്രവുമല്ല, അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്നത് മാനസയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ആൻറ്റിയമ്മയെ ചെന്ന് കാണുന്ന മാനസ, സാഗർ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്നും ഇപ്പോൾ കൺമണിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് താൻ നേരിട്ട് കണ്ടതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ഈ സത്യങ്ങളെല്ലാം കൃഷ് അറിയുകയാണ് എങ്കിൽ ഓഫീസിൽ എന്താകും ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും, നീയും കൃഷുമായുള്ള വിവാഹം എന്തായാലും തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. നീ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും എന്നും വ്യക്തമാക്കുന്ന ആൻറ്റിയമ്മ, അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയെ കയ്യിലെടുക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാനസ ചോദിച്ചതിനെ തുടർന്ന് അവളുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി നീ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മാനസ ആൻറ്റിയമ്മ പറയുന്നത് പോലെ ഇനി എല്ലാ കാര്യവും താൻ ചെയ്യാമെന്നും തനിക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയാണ്. കൃഷ് തന്നെ ഉപേക്ഷിച്ച് പോകരുത്. ഇത് കേട്ടതിനെ തുടർന്ന് ആൻറ്റിയമ്മ ആ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ ആൻറ്റിയമ്മ സാഗറിനെ ചെന്ന് കാണുകയും സാഗറിനോട് മാനസയുടെയും അതുപോലെ തന്നെ കൃഷിൻ്റെയും വിവാഹം അധികം വൈകിക്കാതെ തന്നെ നടത്തിക്കൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനത്ര ധൃതി വേണ്ട എന്ന് വ്യക്തമാക്കുന്ന സാഗർ, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് മതി
വിവാഹം എന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആൻറ്റിയമ്മയെ. ഇതോടെ ആൻറ്റിയമ്മ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള കാര്യം മാനസയെ അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ക്രിഷ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ക്രിഷ് തയ്യാറാവുകയാണ്. ഇനിയും കൺമണിയിൽ നിന്ന് മാറി നടന്നിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് കൺമണിയെ വഴിയിൽ വെച്ച് കാണാൻ ഇടയാകുന്നു. കൺമണിയോട് കുറച്ചു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും അതെല്ലാം പരിഹരിക്കുന്നതിന് താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൺമണിയുടെ സിറ്റുവേഷൻ തനിക്ക് മനസ്സിലായി എന്ന് അറിയിക്കുന്ന ക്രിഷ് തൻ്റെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം താനും സമ്മതിക്കുന്നതായി അറിയിക്കുന്നു. എന്തായാലും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ താനും ശ്രദ്ധിക്കാമെന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റുകൾക്കും കൺമണിയെ വേദനിപ്പിച്ചതിനും താൻ ഓപ്പണായി ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറയുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൺമണി തന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം കൃഷിനില്ല എന്ന് പറയുകയും താൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടി ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയുമായി ഒരു സൗഹൃദം താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ക്രിഷ് പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി അതിൻ്റെ ആവശ്യമുണ്ടോ എന്നും നിങ്ങളുടെ ലെവലിൽ ഉയർന്ന ആളല്ല ഞാൻ എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ താൻ അതൊന്നും നോക്കിയല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് കൺമണിയുടെ സൗഹൃദം തനിക്ക് ആവശ്യമാണ് എന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് താൻ അത് ചോദിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കൺമണിയും കൃഷും ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. ഈ കാഴ്ച കാണുന്നത് മാനസിയെ ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുകയാണ് അവൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.